നമസ്കാരം. അഗ്നിഹോത്രികളുടെ 2025 മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. ഉത്രട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 മെയ് 1 മുതൽ 31 വരെ, അതായത് മേടം 18 മുതൽ ഇടവം 17 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളാണ് നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. സർക്കാർ ജോലിക്കാർക്ക് വളരെ കാലമായി ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഉദ്യോഗമാറ്റം പ്രതീക്ഷിക്കാവുന്ന സമയമാണിത്. നിങ്ങളുടെ കുടുംബത്തോട് ചേർന്ന് നിൽക്കുവാൻ സഹായകമാകുന്ന രീതിയിലായിരിക്കും ഈ ഉദ്യോഗമാറ്റങ്ങൾ ഉണ്ടാവുന്നത്. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി സാമ്പത്തിക സഹായങ്ങൾ ചെയ്യേണ്ടതായി വരുന്ന സമയമാണിത്. എന്നാൽ നിങ്ങളെ തികച്ചും വാസ്തവ വിരുദ്ധമായ തോന്നലുകൾ വേട്ടയാടുവാൻ ഇടയുള്ളതുകൊണ്ട് ഈശ്വര പ്രാർത്ഥന കൈവിടരുതെന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. സുഖദുഃഖങ്ങളെ വളരെ ലളിതമായി ഒരുപോലെ കൈകാര്യം ചെയ്യാനാവുന്ന വ്യക്തിയായി തീർന്നിട്ടുണ്ടാവണം നിങ്ങൾ. വാഹനം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ചില കരുതൽ നടപടികൾ സ്വീകരിക്കുന്നത് നല്ലതാണ്. ജൂൺ മാസം പകുതി വരെ ശരീരത്തിൽ ഭക്ഷണത്തിലൂടെയോ അല്ലാതെയോ ഉള്ള വിഷാംശം ഏൽക്കാതിരിക്കുവാനും ശ്രദ്ധിക്കണം. നിങ്ങൾ തൊടിയിലൂടെയും പറമ്പിലൂടെയും മറ്റും നടക്കുമ്പോൾ കരുതലുള്ള പാദ സുരക്ഷയ്ക്ക് ഉതകും വിധത്തിലുള്ള പാദുകങ്ങൾ തന്നെ ഉപയോഗിക്കേണ്ടതാണ്. ഇനി അസമയങ്ങളിലും രാത്രിയിലും ഉള്ള സഞ്ചാരം ശ്രദ്ധിക്കേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ, വിഷബാധ ഏൽക്കാതിരിക്കുവാനായി എന്തൊക്കെ നടപടികളിലും കരുതൽ പ്രവർത്തനങ്ങളിലും ഏർപ്പെടാമോ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകം ഓർമ്മ വയ്ക്കണം. ഒന്നിലും മടുപ്പ് തോന്നാതെ ഓരോ കാര്യത്തിലും ശുഭപ്രതീക്ഷയോടെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായി കാണുന്നു. നിങ്ങൾക്ക് കുടുംബക്ഷേത്രത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുവാനായി സാധിക്കുന്നു. തൊഴിൽ രംഗം ഒന്ന് മാറ്റി പരീക്ഷിക്കുന്നത് വിജയിക്കുവാൻ ഏറെ സാധ്യതയുണ്ടെന്നാണ് കാണുന്നത്. വിദേശത്ത് ജോലിയുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകരിൽ ഒരു വിഭാഗത്തിൻ്റെ എതിർപ്പിനെ ശക്തമായി നേരിടേണ്ടി വരുന്നതായി കാണുന്നു. എന്നാൽ നിങ്ങളുടെ മേലധികാരിയുടെ സാമീപ്യത്താൽ പരിഹാരവും ഉന്നതിയും കൈവരിക്കുവാൻ സാധിക്കുന്നു. അവിവാഹിതരാണെങ്കിൽ നല്ല വിവാഹബന്ധങ്ങൾ വന്നു ചേരുകയും ഉത്തമ പങ്കാളിയെ തന്നെ ലഭിക്കുവാനും ഇടയുണ്ട്. വിവാഹയോഗം മെയ് കഴിഞ്ഞാൽ ആകാവുന്നതുമാണ്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള സ്വരച്ചേർച്ച, സന്തുഷ്ട ദാമ്പത്യം എന്നിവ കാണുന്നുണ്ട്. തങ്ങൾക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും ഉണ്ടായിരുന്ന ചെറിയ അരിഷ്ടതകൾ മാറി അഭിവൃദ്ധിയിലേക്ക് മുന്നേറുന്നതായി കാണാം. ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായി കാണുന്നു. നിരന്തരമായ കർമ്മ പുരോഗതി നിങ്ങൾക്ക് കൈവരുന്നുണ്ട്. ശ്രദ്ധയും അതീവ ജാഗ്രതയും ഉണ്ടെങ്കിൽ കൂടുതൽ അഭിവൃദ്ധിയും നേട്ടങ്ങളും വന്നു ചേരുന്നതായാണ് തെളിയുന്നത്. നിങ്ങളുടെ സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസ, ജോലി, കുടുംബ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. കൂടാതെ നിങ്ങൾക്കോ നിങ്ങളുടെ സന്താനങ്ങൾക്കോ ജീവിത പങ്കാളിക്കോ വിദേശ ഗമനത്തിനുള്ള അനുയോജ്യമായ സമയമാണിത്. രാഷ്ട്രീയത്തിലും സിനിമ, കലാ, സാഹിത്യ മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്ക് കീർത്തിയും പ്രതാപവും ലഭിക്കുന്നതായിട്ടാണ് തെളിയുന്നത്. നിങ്ങളിലൂടെ മാതാപിതൃ സ്ഥാനത്തുള്ളവർക്കെല്ലാം തന്നെ ശരീരസുഖം, മനസ്സുഖം, നിങ്ങൾക്ക് വളരെ സുദീർഘമായ ഭാര്യാഭർത്തൃ ലബ്ധി, പരസ്പര ഐക്യം എന്നിവ കാണുന്നുണ്ട്. എല്ലാ തരത്തിലും ശുഭമാണ് കാണുന്നത്. നിങ്ങളുടെയോ ജീവിത പങ്കാളിയുടെയോ വളരെ കാലമായുള്ള ആഗ്രഹങ്ങൾ സഫലമാകുന്നതാണ്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ മക്കളുടെ വിവാഹകാര്യങ്ങളിൽ സംബന്ധിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്കുണ്ടാവുകയും ഇങ്ങനെയുള്ള കൂടിക്കാഴ്ചകൾ നിങ്ങൾക്ക് തുടർന്നുള്ള ജീവിത കർമ്മരംഗങ്ങളിൽ വളരെയേറെ ഗുണങ്ങൾ നൽകുന്നതായുമാണ് മനസ്സിലാവുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബന്ധുജനങ്ങളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കുവാനായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ജൂൺ 15 വരെ നിങ്ങളൊന്ന് ശ്രദ്ധയോടെ പെരുമാറുന്നത് ഗുണപ്രധാനങ്ങളാണെന്ന് മനസ്സിലാവുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജൂൺ മാസം 15 വരെയുള്ള സമയങ്ങളിൽ ഏറ്റവും വേണ്ടപ്പെട്ടവരിൽ നിന്നും ചതി, വിശ്വാസവഞ്ചന എന്നിവ നേരിടുവാനുള്ള സാധ്യതയുണ്ട്.
നിങ്ങൾ അകമഴിഞ്ഞ് ബന്ധുമിത്രാദി ജനങ്ങളെ സഹായിക്കുമെങ്കിലും അവരിൽ നിന്നും തിക്താനുഭവങ്ങൾ നേരിടുവാൻ ഇടയുള്ളതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിച്ചു വേണം പെരുമാറുവാനും പ്രവർത്തിക്കുവാനും. എന്നാൽ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്ന സമയമാണ് വന്നിരിക്കുന്നതിനാൽ ജീവിതത്തിൽ നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടെ ആയിരുന്നാൽ തന്നെ വളരെയധികം ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണെന്ന് ഓർത്തുകൊള്ളൂ. സാധിക്കുമ്പോഴെല്ലാം തട്ടക ക്ഷേത്രത്തിൽ ദർശനം നടത്തി പുഷ്പാഞ്ജലി കഴിക്കുന്നത് വളരെ ഏറെ ഗുണഫലങ്ങൾക്ക് സഹായകമാവുന്നുണ്ട്. കൂടാതെ സാധ്യമാവുമ്പോഴെല്ലാം ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് നിങ്ങൾക്ക് ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതും സർവാഭീഷ്ടസിദ്ധി പ്രാപ്തവുമാണ്. ജാതിമത ഭേദമന്യേ അവരവരുടെ ആരാധനാലയങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും സന്ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഗുണഫലാർഹവും ഈശ്വരാനുകൂലം വർദ്ധിക്കുന്നതിനും സഹായകമാകുന്നു. 8, 17, 28 എന്നീ തീയതികൾ ശുഭകാര്യങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. രോഹിണി, പുണർദം, അത്തം, തിരുവോണം, ചതയം, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സൗഹൃദത്തിലായാലും പങ്കാളിത്ത ബിസിനസ്സിലായാലും ശുഭകാര്യങ്ങളുടെ ചർച്ചകളിലും തീരുമാനങ്ങളിലുമെല്ലാം തന്നെ ഈ നക്ഷത്രജാതരെ ഉൾപ്പെടുത്തുന്നത് ഗുണം ചെയ്യുന്നതാണ്. 8 ആണ് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ. കറുപ്പ്, നീല എന്നിവയാണ് ഭാഗ്യനിറം. ശനിയാഴ്ച ദിവസങ്ങൾ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമാണ്. ശുഭകാര്യങ്ങൾ ആരംഭിക്കുന്നതിനായി നിർദ്ദേശിച്ചിട്ടുള്ള തീയതികളിൽ നിർദ്ദിഷ്ട നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ അണിയുന്നതും നിയുക്ത ദിവസങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്നതും ഏറെ ഗുണപ്രദമായി കാണുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷനിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.